1786 ഫ്രാൻസിലെ ഡാർഡിലയിൽ ജനിച്ച വിശുദ്ധ ജോൺ, ഫ്രഞ്ച് വിപ്ലവം മൂലം ക്രൈസ്തവ മതാഭ്യാസങ്ങൾ ഏറെ പ്രതിസന്ധികൾ നേരിട്ടിരുന്ന കാലത്താണ് ജനിച്ചത്. സംസാരത്തിലും കഴിവുകളിലും വിദ്യാഭ്യാസത്തിലും ലോകദൃഷ്ടിയിൽ അപര്യാപ്തനായിരുന്ന അദ്ദേഹത്തിന്റെ ദൈവഭക്തിയിലുള്ള ഒന്നാം സ്ഥാനവും സൽസ്വഭാവത്തിലുള്ള വൈശിഷ്ട്യവും കണക്കിലെടുത്ത് വികാരി ജനറൽ അദ്ദേഹത്തിന് വൈദിക പരിശീലനത്തിന് അനുമതി നൽകി. വൈദിക പഠനകാലത്തെ നിന്ദനങ്ങളും കുത്തുവാക്കുകളും ഏറ്റവും എളിമയോടെ സഹിക്കുകയും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും അഗ്രഗണ്യനായി ശുശ്രൂഷിക്കുകയും ചെയ്ത അദ്ദേഹം 1815 ഓഗസ്റ്റ് 13 വൈദിക പട്ടം സ്വീകരിക്കുകയും 2 വർഷങ്ങൾക്ക് ശേഷം ആഴ്സിലെ ഇടവക വികാരിയായി നിയമിക്കപ്പെടുകയും ചെയ്തു. കുമ്പസാരമോ വിശുദ്ധ കുർബാനയോ ഇല്ലാതെ ഡാൻസും മദ്യവും പാർട്ടികളുമായി കടുത്ത ധാർമ്മിക അധപതനത്തിൽ കഴിഞ്ഞിരുന്ന ആഴ്സിനെ ഒരു അനുതാപ കേന്ദ്രമായി രൂപാന്തരപ്പെടുത്തുന്നതിൽ വിശുദ്ധ ജോണിന്റെ പ്രാർത്ഥനയും വിശുദ്ധിയും പ്രസംഗങ്ങളും സർവോപരി കുമ്പസാരക്കൂട്ടിൽ അദ്ദേഹം ചെലവഴിച്ച മണിക്കൂറുകളും അവിശ്വസനീയമായ ഫലം കണ്ടു. തണുപ്പ് കാലത്ത് 12 മണിക്കൂറും മറ്റു കാലങ്ങളിൽ 18 മണിക്കൂറും കുമ്പസാരത്തിനായി ഒഴിഞ്ഞുവെച്ച അദ്ദേഹത്തിലൂടെ സംഭവിച്ച മാനസാന്തരങ്ങൾ കണ്ട് കുപിതനായ ദുഷ്ടപിശാച് അദ്ദേഹത്തിന്റെ കട്ടിലിന് തീവയ്ക്കുന്നതുൾപ്പെടെ നിരവധി ആക്രമണങ്ങൾ അദ്ദേഹത്തിനെതിരെ തൊടുത്തുവിട്ടു. കഴിവുകെട്ടവനെന്ന് ലോകം മുദ്രകുത്തിയ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ശ്രവിക്കാൻ ലോകമെമ്പാടും നിന്ന് നാനാ തുറകളിൽപ്പെട്ട ജനലക്ഷങ്ങൾ ആഴ്സിലേക്ക് ഒഴുകിയെത്തുകയും കുമ്പസാരിച്ച് ദൈവാനുഭവം സ്വന്തമാക്കുകയും ചെയ്തു. ദൈവമാതൃഭക്തിയിലും ദൈവസ്നേഹത്തിലും അജഗണത്തോടുള്ള സ്നേഹത്തിലും ഇടവക വൈദികരുടെ മധ്യസ്ഥനായി വണങ്ങപ്പെടുന്ന ആ ശ്രേഷ്ഠ പുരോഹിതൻ അവിശ്രാന്തമുള്ള ആത്മരക്ഷാ ഉദ്യമങ്ങൾക്കൊടുവിൽ 1859 ഓഗസ്റ്റ് 4 73 വയസ്സിൽ ആഴ്സിൽ വെച്ചു തന്നെ മരണപ്പെട്ടു.